നമ്മുടെ കാത്തലിക് വെക്കബിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു ഇനീഷ്യേറ്റീവാണ് ബിൽഡിംഗ് കാത്തലിക് ജെന്റിൽമാൻ. നമ്മുടെ കത്തോലിക്കനായിട്ടുള്ള യുവാക്കൾക്ക് ഒരു മാർഗ നിർദ്ദേശങ്ങൾ നൽകുവാനും അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ അവരെ സഹായിക്കുവാനും പ്രധാനമായിട്ട് അവരെ കേൾക്കുവാനും വേണ്ടിയിട്ട് തുടങ്ങിയൊരു ഇനീഷ്യേറ്റീവാണ് ബിൽഡിംഗ് കാത്തലിക് ജെന്റിൽമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാ മാസവും ഓരോ സ്ഥലത്ത് ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കും. ഈ മാസം ഞങ്ങൾ കണ്ണൂരിലാണ് വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. അങ്ങനെ ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പിള്ളേർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹോട്ടലിലെത്തി പിള്ളേരെ കൂട്ടിയിട്ട് വരും. ഇപ്പോൾ തീർന്നു. അങ്ങനെ പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥനയും എൻ്റർടൈൻമെൻറ്റുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ 5-6 പേരുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അതിൽ ഒരാൾക്ക് വരാൻ സാധിച്ചില്ല. അങ്ങനെ തലേ ദിവസം കണ്ണൂർ വന്നവർ സ്റ്റേ ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് അവരെല്ലാവരും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുമായിരുന്നു. അവരെ പിക്ക് ചെയ്ത് ഞങ്ങൾ കണ്ണൂർ ഭരണശ്ശേരിയിലുള്ള കണ്ണൂർ കണ്ടോൺമെൻറ്റിലെ കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള കണ്ണൂർ ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി, ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ പള്ളിയിലാണ് ഞങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പയ്യെ ഇറങ്ങി. ഇപ്പം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്നുള്ളത് നെല്ലിക്കുറ്റി സിയോൺ റിട്രീറ്റ് സെൻ്ററാണ്. അവിടെ ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ പ്രധാനമായിട്ടും ഈ ദിവസം നമ്മൾ തിരഞ്ഞെടുത്തത്. By Sangin. എന്തെങ്കിലും മറന്നോ? അങ്ങനെ അവിടേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് ഞങ്ങൾ കയറി. ഒരു കോഫി ഹൗസ് ഇവിടെ ഉണ്ട്.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നെല്ലിക്കുറ്റിയിലോട്ട് പോയി. നെല്ലിക്കുറ്റി CN റിട്രീറ്റ് സെൻറ്ററിൽ. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളോട് പറഞ്ഞത് നേരത്തെ വിളിച്ച് പറയണമായിരുന്നു എന്നാണ്. സിസ്റ്റേഴ്സൊക്കെ ധ്യാനത്തിന് പോയതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് കൗൺസിലിംഗ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് അപ്പോൾ ഞങ്ങളുടെ പ്ലാനുകളെല്ലാം തെറ്റി. അപ്പോൾ ഇനി ഈശോ നയിക്കുന്നത് പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ, അതായത് ഒന്ന് വിശുദ്ധി, മറ്റൊന്ന് എന്ത് കാര്യം ദൈവമാത്രത്തിന് വേണ്ടിയിട്ട്, 3 ആത്മാക്കളുടെ രക്ഷ. ഈ 3 കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചാൽ അത് ഈശോ ചെയ്തു. നല്ല രസമല്ലേ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത്? അങ്ങനെ ഞങ്ങൾ ചെമ്പേരി ബസിലിക്കയിലേക്ക് എത്തി. വളരെ മനോഹരമായ ബസിലിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കയറി ഉടനെ ഞങ്ങൾ കേൾക്കുന്നത് ഗ്രിഗോറിയൻ ചാൻഡാണ്. ആരാണ് വെച്ചതെന്ന് അറിയത്തില്ല, ഇതെപ്പോഴും ഉണ്ടോ എന്നറിയത്തില്ല. എന്തായാലും വളരെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം തന്നെ. ഗ്രിഗോറിയൻ ചാൻഡാണ്. അങ്ങനെ ബസിലിക്കയിൽ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പൈതൽ മലയിലോട്ട് പോവുകയാണ്. പൈതൽ മല ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കാം. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഏകദേശം 2-2.5 കിലോമീറ്റർ നടന്ന് മലമുകളിൽ നമുക്ക് എത്താനുണ്ട്. 1372 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണിത്.
പക്ഷെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതിലും കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നും. നമുക്ക് കണ്ണൂരിൽ നിന്നും ആലക്കോട് വഴി നമുക്ക് ഇവിടെ എത്തിച്ചേരാം. ഇതിന് 2 എൻട്രി പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് കാപ്പിമലയും മറ്റൊന്ന് കുടിയാൻ മലയും. കാപ്പിമല ആയിരിക്കും എളുപ്പമുള്ളതെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതാണ് ഏറ്റവും ദൂരം കൂടുതലുള്ളത്. കുറച്ച് ദുർഘടമായ വഴിയും ഇതാണെന്ന് മനസ്സിലായി. ഞങ്ങൾ പൈതൽ മലയുടെ യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ പൈതൽ മലയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തുപോയ പാവത്തിന് പ്രായശ്ചിത്തമായി ചെയ്തുപോയ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് കാൽനടയായി ഇതാ പൈതൽ മല കയറുന്നു. അതുവഴി നമ്മുടെ ശുദ്ധീകരണ സ്ഥലം കുറഞ്ഞത് 2 വർഷത്തേക്കുള്ളതെങ്കിലും കുറയ്ക്കണമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾ കയറുകയാണോ ഇറങ്ങുകയാണോ? ഇറങ്ങണം. നമ്മൾ ബൈബിളിലോ കാണുന്നില്ല, ഈശോ എപ്പോഴും മലമുകളിലാണ് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോകാറ്. എന്തുകൊണ്ടായിരിക്കും? അതായത് ഈ ലോകമായിട്ടുള്ളൊരു സെപ്പറേഷനാണ് നമ്മുടെ ഈ മലകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിലെ മഹർഷി മുനിമാർ അവർ ഹിമാലയ സാനുക്കളിലാണ് തപസ്സനുഷ്ഠിച്ചിരുന്നത്. ചേട്ടൻ പിന്നെ ഒരു അച്ഛൻ്റെ കാര്യം പറഞ്ഞില്ലേ, ലോകത്തിൽ നിന്ന് വിട്ട് നിന്നിട്ട് മലയിൽ പോയി പ്രലോഭനങ്ങളൊന്നും ഉണ്ടാവാണ്ട് അങ്ങനെ പോയൊരു അച്ഛൻ. അതാരാണ്? അല്ല, അങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് ചേട്ടൻ പറഞ്ഞില്ലേ അന്ന് എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ? ഷാർബേല അച്ഛനെ എനിക്കറിയില്ല, പണ്ടത്തെ ഒരു അച്ഛനെന്ന് തോന്നുന്നു. ഷാർബേലായിരിക്കും, ഷാർബേൽ മക്കളോ. അപ്പൊ പിശാച് അത് വിശുദ്ധ ബെനഡിക്റ്റ്. ബെനഡിക്റ്റ് ഇതുപോലെ കാട്ടിൽ പോയിട്ട് തപസ്സിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കാടുകളിൽ പോകണം എന്തിനാണ്? ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ്. അപ്പോൾ പിശാച് അവിടെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ നഗ്നമായിട്ട് വന്നു. അപ്പോൾ ഉടനെ വിശുദ്ധ ബെനഡിക്റ്റ് തൊട്ടടുത്തുണ്ടായിരുന്ന മുൾച്ചെടിയിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ആ പ്രലോഭനത്തെ അതിജീവിച്ചു. അതുപോലെയാണ് നമ്മുടെ കുഞ്ഞു സാധനങ്ങൾ വഴി, പരിത്യാഗങ്ങൾ വഴി, ഉപവാസം വഴി നമുക്ക് പ്രലോഭനത്തെ അതിജീവിക്കാൻ സാധിക്കും. പിന്നെ എന്നോട് ഒരു ബ്രദർ ഇങ്ങനെ പറയണ്ടായേ, ഇതിനെ നീ ഞാനാണെങ്കിൽ ഡെയിലി ആഴ്ചയിൽ ഉപവസിക്കുക. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, നീ ഉപവസിക്കാതെ മറ്റേ ഫുഡിനൊക്കെ ആബ്സ്റ്റിനൻസ് ഇല്ലേ, അങ്ങനെ നീ ചെയ്തു നോക്കാൻ. അപ്പം എനിക്കത് ഇഷ്ടമായില്ല. അതെന്താ ബ്രദർ അങ്ങനെ പറഞ്ഞേ? എൻ്റെ കംഫർട്ടബിൾ ഫാസ്റ്റിംഗ് ചെയ്യാനാ. പക്ഷേ ഏറ്റവും ടഫ് ഈ ആബ്സ്റ്റിനൻസ്, അതായത് സ്വീറ്റ്സ് കഴിക്കാതിരിക്കുക. അതെ, മറ്റേ നമുക്ക് പറ്റുമേ, അതായത് രാവിലെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ഈ സ്വീറ്റ്സ് കഴിക്കാതെ ശുദ്ധീകരണാത്മാക്കൾക്ക് നമ്മളിങ്ങനെ കൊടുത്ത് അത് സത്യം പറയായിട്ട് എനിക്കത് പറ്റണില്ല. നമ്മൾ രണ്ടും നമ്മൾ ചെയ്യണം. ഉപവാസവും ഭക്ഷണത്തിൻ്റെ വർജനവും രണ്ടും ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണല്ലോ. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകത്തില്ല. പക്ഷെ സത്യം പറഞ്ഞായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടി ഈ ഡിഫിക്കൽട്ട് വരുന്നത്, ഇപ്പം ഞാൻ പറയാം, ഞാൻ ഈ ഒരാഴ്ചത്തേക്ക് സ്വീറ്റ്സ് കഴിക്കുന്നില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് സ്വീറ്റ്സ് കഴിക്കാൻ ഭയങ്കര പ്രലോഭനമാണ്. അതായത് ഞാൻ അതിൽ വീണ് പോകാറുണ്ട്.
അപ്പോൾ ഞാൻ വിചാരിക്കുക എന്നാൽ ശരി സ്വീറ്റ്സ് വേണ്ട, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് കാണാതിരിക്കാന്ന് വിചാരിച്ചു. 1 month പക്ഷെ അതും അങ്ങനെ. അതിമനോഹരം, ഒന്നും പറയാനില്ല. അത്രമാത്രം ഓരോ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന അനുഭവം തന്നെയായിരുന്നു ഈ പൈതൽ മലയിൽ ഞങ്ങൾ അനുഭവിച്ച് അറിഞ്ഞത്. എന്തായാലും ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും 3 മണി സമയമായിരുന്നു. കരണക്കൊന്തയൊക്കെ ചൊല്ലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങളുടെ യാത്ര വിളക്കണ്ണൂരിലേക്കാണ്. ഈശോയുടെ തിരുമുഖം പതിഞ്ഞ വത്തിക്കാൻ അംഗീകരിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം.
അവിടെ വിളക്കന്നൂരെത്തി. അവിടെ ഞങ്ങൾ പോയപ്പോൾ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജുദായകമായ ഈ അപ്പം സ്വർഗത്തിൽ. അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ സൈഡിലെ ഡോറിലൂടെ കയറിയിട്ട് നമുക്കകത്ത് കയറിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ഒരുപാട് ഭക്തവസ്തുക്കളൊക്കെ തൊട്ടടുത്തുള്ള സ്റ്റാളിൽ അവർ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ധന്യയായ സിസ്റ്റർ സെലിൻ്റെ അടുക്കിലേക്കാണ്. ഊർസുലിൻ സ്കൂളിൻ്റെ ഉള്ളിലാണ് സിസ്റ്റർ മരിയ സെലിൻ്റെ കബറിടമുള്ളത്. അതായത് ഊർസുലിൻ സ്കൂളും ഊർസുലിൻ കോൺവെൻറ്റും അതുപോലെ തന്നെ ധന്യ മരിയ സെലിൻ്റെ കബറിടം എല്ലാം ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ വരുമ്പോഴും അവിടെയുള്ള സിസ്റ്റർമാർ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്യാറ്. ഞങ്ങളവിടെ വരുന്നതിന് മുൻപ് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് 300ഓളം പേര് ഇവിടെ വന്നു കഴിഞ്ഞു എന്നാണ്. ഈ 300 പേരോടും സംസാരിക്കുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അവർക്ക് യാതൊരുവിധ മടുപ്പുമില്ല. വളരെ പ്രായമായിട്ടുള്ള സിസ്റ്റേഴ്സാണ്. വളരെ നമ്മളെക്കാളും ഊർജ്ജസ്വലതയോടുകൂടിയും തീക്ഷ്ണതയോടുകൂടിയും ഈശോയെ പറ്റിയിട്ടും ധന്യയായ മരിയ സെലിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ മരിയ സെലിൻ്റെ മുറി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ ഇതിൻ്റെ മുകളിലാണ് സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ മരിയ സെലിൻ്റെ ഫോട്ടോയുടെ അടുക്കൽ നല്ല പരിചയമുള്ളൊരു ഫോട്ടോ. അത് മറ്റൊന്നുമല്ല, ദൈവകരുണയുടെ മാതാവ്. വിളക്കണ്ണൂരിൽ നിന്ന് 10 കിലോമീറ്റർ അടുത്താണ് ദൈവകരുണയുടെ മാതാവിൻ്റെ ചാപ്പലുള്ളത്. ഞാൻ എൻ്റെ വീഡിയോസിൽ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ജോർജി ഷോബി എന്ന് പറയുന്ന ബാലന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഛായാചിത്രമാണിത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ ജോർജി ഷോബി എന്ന് പറയുന്ന ബാലന് നൽകുകയും ജോസഫ് പാംപ്ലാനി പിതാവ് ആശീർവദിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഛായാചിത്രമാണ് ഈ ദൈവകരുണയുടെ മാതാവിൻ്റെ ചിത്രമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾ മരിയ സെലിൻ്റെ മുറിയിലോട്ട് പ്രവേശിച്ചു. മരിയ സെലിൻ താമസിച്ചിരുന്ന മുറിയാണിത്.
ഒത്തിരി ശുദ്ധീനാത്മാക്കളുടെ അനുഭവങ്ങളും ഒത്തിരി എക്സ്റ്റസി അനുഭവങ്ങളൊക്കെ ആത്മീയ അനുഭൂതിയിൽ ലയിച്ച് ഈശോയൊക്കെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചതാണ് ധന്യയായ മരിയ സെലിൻ. എന്തായാലും ഉടനെ തന്നെ വാഴ്ത്തപ്പെട്ട പദവിയിലോട്ടും വിശുദ്ധയാവുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് ഉറപ്പാണെന്ന് പറയാനുള്ള കാരണം ഞാനത് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ മരിയ സെലിൻ ഏകദേശം 1 മാസത്തോളം മാത്രമാണ് സിസ്റ്ററായിട്ട് അവർ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും അസുഖം ബാധിച്ച് ഈശോ അവരെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾക്ക് വളരെ താല്പര്യത്തോടു കൂടെ തന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തന്നു. പിന്നെ മരിയ സെലിന് ഈശോ പ്രത്യക്ഷപ്പെട്ട ഒരു കാറ്റാടി മരം ഈ കോൺവെൻറ്റിൻ്റെ തൊട്ട് പിറകിൽ കടലിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഈ കാറ്റാടി മരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കണ്ണൂരിൽ, നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ സാക്ഷാൽ യേശു ക്രിസ്തു ഒരു തീരപ്രദേശത്ത് ഒരു സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ കാറ്റാടി മരം, ആ ഈശോ പ്രത്യക്ഷപ്പെട്ട എക്സാക്റ്റ് ലൊക്കേഷൻ കാണാനാണ് നമ്മളിനി പോകുന്നത്. അങ്ങനെ ഈശോ മരിയ സെലിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞായിരുന്നു, എന്തുകൊണ്ടായിരിക്കും മരിയ സെലിൻ ഉറപ്പായിട്ടും വിശുദ്ധയാവും എന്ന് എനിക്ക് ഉറപ്പുള്ളതെന്ന് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകം ജോർജി ഷോബിക്ക് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള ഒരു പുസ്തകം, അത് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, ഈ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മ കേരളത്തിലുള്ള വിശുദ്ധരെ പറ്റി പറയുന്നുണ്ട്, ചില വിശുദ്ധരെ പറ്റിയിട്ട്. അതിൽ പരിശുദ്ധ അമ്മ എടുത്തു പറയുന്നത് 2 പേരാണ്. അൽഫോൺസാമയെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ധന്യയായ മരിയ സെലിനെ കുറിച്ചാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അമ്മ പറയണത് ഇപ്രകാരമാണ്: കേരളത്തിൽ നിന്നുള്ള പൊൻതൂവലാണ് എന്ന്, നിങ്ങൾ അവളോട് പ്രാർത്ഥിക്കുവിൻ എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ മാതാവ് ഒരു വിശുദ്ധയെ പേരെടുത്ത് പറയുമ്പോൾ ദർ ഈസ് സം സ്പെഷ്യാലിറ്റീസ് ദർ. അങ്ങനെ ബാക്കി ഉള്ള വിശുദ്ധരെ പറ്റിയൊക്കെ മാതാവ് പറയുന്നുണ്ട്, അവരും നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. പക്ഷേ കേരളത്തിൻ്റെ പൊൻതൂവൽ എന്ന് മാതാവ് പ്രത്യേകമായിട്ട് പറഞ്ഞത് ഈ ധന്യയായ മരിയ സെലിനാണ്. അപ്പോൾ മരിയ സെലിൻ ഇങ്ങനെ ഈശോ പ്രത്യക്ഷപ്പെടുകയും ഇങ്ങനെ പൈശാചികമായ അറ്റാക്സ് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സാത്താൻ ഈ സിസ്റ്റർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ ആളുകൾക്ക് പലർക്കും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ സത്യമാണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ സംശയിക്കുമല്ലോ. ഇങ്ങനെ സംശയിച്ചു കൊണ്ടിരുന്ന ഈ അവസരത്തിലാണ് ധന്യ സിസ്റ്റർ സെലിൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഇവരാരും വിശ്വസിക്കുന്നില്ല, നീ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ ഒരു ഡേറ്റ് പറഞ്ഞു കൊടുത്തു, സമയം പറഞ്ഞു കൊടുത്തു, എല്ലാവരോടും വരാൻ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ബിഷപ്പ്, അന്ന് കോഴിക്കോട് രൂപതയായിരുന്നു ഉണ്ടായിരുന്നത്. കോഴിക്കോട് രൂപതയുടെ പത്രോണ പിതാവും സിസ്റ്റേഴ്സും ഡോക്ടർമാരും അവരെല്ലാവരും കൂടെ ആ ദിവസം ആ ഡേറ്റിൽ വന്നു. അങ്ങനെ അവരുടെ ചാപ്പലിൽ ഈശോ വരും എന്ന് വിചാരിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ വന്നിട്ട് പറഞ്ഞു, ഈശോ വന്നതല്ല, ഈശോ ആന്തരിക ഭാഷണത്തിലൂടെ പറഞ്ഞു, ഞാൻ ഇവിടെയല്ല ഉള്ളത്, ഞാൻ പുറത്താണ് വരുന്നത്, ഈ ബീച്ച് സൈഡിൽ ഈ കാറ്റാടി മരത്തിൽ, നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന ഈ കാറ്റാടി മരത്തിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ പോയി സിസ്റ്റർ സെലിൻ മുട്ടുകുത്തി നോക്കുമ്പോഴും വളരെ വേദന നിറഞ്ഞ കുരിശും ചുമന്ന് മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ കാറ്റാടി മരത്തിൽ നിൽക്കുന്നു. ധന്യയായ സിസ്റ്റർ സെലിനെ നോക്കിയിട്ട് ഈശോ നിൽക്കുകയാണ്. പക്ഷേ ബാക്കി ആർക്കും ഇത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ സിസ്റ്ററിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം സിസ്റ്റർ ഈശോയെ കാണുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇത് സത്യമാണോ അല്ലയോ എന്നൊക്കെ പരിശോധിക്കാൻ നിരവധി മാർഗ്ഗങ്ങൾ നമുക്കുണ്ട്. ഡോക്ടർമാർ കയ്യിൽ മുട്ടസൂചി അടിച്ച് നോക്കുകയും മറ്റ് സയൻറ്റിഫിക്കായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്ന്. അങ്ങനെ അന്നത്തെ ബിഷപ്പും പത്രോണി പിതാവ് നേരിട്ട് കാണുകയും ഇതൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഈശോ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്താണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു സ്റ്റാച്യു
പണിതതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ധന്യയായ മരിയ സെലിന് ഈശോ പ്രത്യക്ഷപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി കാറ്റാടി മരങ്ങൾ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേത് കാറ്റാടി മരമാണെന്ന് വ്യക്തമായിട്ടില്ലായിരുന്നു. കാരണം അന്ന് മരിയ സെലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ മാത്രമേ ഇന്ന് ജീവനോടെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന കാറ്റാടി മരങ്ങളാണെങ്കിലും പണ്ടുണ്ടായിരുന്ന കാറ്റാടി മരങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും വർഷങ്ങളായല്ലോ. അപ്പോൾ ഇതിലേത് കാറ്റാടി മരത്തിലാണ് കൃത്യമായിട്ടും ഈശോ വന്നത് എന്ന് ജോർജി ഷോബിയുടെ അടുക്കലാണ് മരിയ സെലിൻ തന്നെ സന്ദേശം നൽകിയത്. ജോർജി ഷോബി എന്ന് പറയുന്ന പയ്യൻ്റെ ഒരു പ്രത്യേകത അതാണ്. വിശുദ്ധരും മാതാവ് മാത്രമല്ല, ഈശോ മാത്രമല്ല, വിശുദ്ധരടക്കം ഈ പയ്യനിലൂടെ സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ, ധന്യ മരിയ സെലിൻ, ചാവറ കുര്യോക്കസ് അച്ചൻ, വിശുദ്ധ അൽഫോൺസാമ്മ, കൊച്ചു ത്രേസ്യ പുണ്യവതി, അങ്ങനെ വിശുദ്ധ പത്രോസ്ലിഹ, അങ്ങനെ നിരവധി വിശുദ്ധാത്മാക്കൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഈ ബാലനെ പറ്റിയിട്ട് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ, അത് സഭയും ദൈവവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് സഭ തന്നെ കൂടുതലായിട്ട് പറയും. അപ്പോൾ നമുക്ക് പ്രൈവസി കീപ്പ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് പറയാതെ ആ വ്യക്തിയുടെ സന്ദേശങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ്. വളരെ മനോഹരമായ സ്ഥലം. അങ്ങനെ അവിടെയുള്ള സിസ്റ്റേഴ്സായിട്ട് സംസാരിച്ച് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള, നല്ല കോമഡി പറയുന്ന സിസ്റ്റേഴ്സാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. ശരി. അപ്പൊ ശരി എന്നാല്. എന്നാ ശരി കേട്ടോ. എന്റെ ഫോട്ടോ ഒന്നും പത്രം സന്തോഷക്കാർക്ക് വിളിക്കാം. ഇനി അടുത്ത മാസം ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ. വിവ ക്രിസ്റ്റോറെ.